വന്ന കൂട്ടത്തിൽ ഒറ്റ ഒരുത്തം പോലും ചാനൽ ഫോളോ ചെയ്തില്ല കേട്ടാ. ഇതെല്ലാം പൂട്ടിക്കെട്ടി പണിക്കൊണ്ടിരാ. ശരി, പേടിയില്ലാണ്ടില്ല. അതാ വന്നിട്ട്. ഹായ് ചേട്ടാ, നമസ്കാരം. VU ചാനലിലാണ് കേട്ടോ. ചേട്ടാ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഫോളോ ചെയ്യുന്നില്ല. ഞങ്ങളൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. PSC അല്ല. അല്ല, ഈ 150 രൂപ 100 ഈ എണ്ണം കൊടുക്കുന്നേ? അയ്യോ ചേട്ടാ, ഒന്നുമില്ല. ഇപ്പൊ ഫുട്ബോൾ വേൾഡ് കപ്പ് കഴിഞ്ഞല്ലോ. അപ്പൊ കളിക്കാരെ കുറിച്ചും അതില് ചാമ്പ്യന്മാരെ കുറിച്ചൊക്കെ കുറച്ച് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചേട്ടാ അതും പോയി. കുറച്ച് പൈസ എണ്ണം കൊടുത്ത് നിൽക്കുവാൻ. എണ്ണാൻ പൈസ ഉണ്ട്, പിന്നെ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കുക. അതൊരാൾ ഇരുന്നുണ്ട് കേട്ടാ. വേറെ ഫുട്ബോളായിട്ട് ബന്ധമുള്ള ആളാന്ന് തോന്നുന്നു കേട്ടാ. ഹായ് ചേട്ടാ, നമസ്കാരം. നമ്മൾ VU ചാനലിനാണ്. VU ചാനൽ ചേട്ടാ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതെന്താണോ നീ? ചേട്ടാ, നമ്മൾ ഈ ഫുട്ബോളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടാ. ഇപ്പൊ വേൾഡ് കപ്പ് കഴിഞ്ഞല്ലോ. കഴിഞ്ഞാ? അപ്പൊ ചേട്ടനൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഇത് എങ്ങനെ 2 കൊല്ലം കൂടുമ്പോ എങ്ങനെ നടത്തുന്ന? എങ്ങനെ ഇത് 4 വർഷം കൂടുമ്പോ? അതാ നമ്മൾ കൊല്ലത്തിൽ നടത്തുന്നതെങ്കിൽ നമുക്ക് ഒരു കാണാനൊരു മൂടുണ്ടാവും. എന്തെന്ന് ഞങ്ങൾ ഇത് അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ 4 കൊല്ലം കൂടുമ്പോൾ നടത്തുന്നത്. അപ്പൊ ചേട്ടന് ഫുട്ബോളിനെ പറ്റി ഒന്നും അറിയില്ല? ഇല്ല. നമ്മൾ ഇങ്ങനത്തെ ഒന്നും കാണല്ലോ. ഒന്നാമത് ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് നമ്മൾ കണ്ട കുറിയെല്ലാം തൊട്ടിട്ട് നമ്മൾ പണിക്ക് പോകുന്നതാണ് രാവിലെ. അപ്പോൾ കൂലിപ്പണിക്ക് വന്നത്, ബാർപ്പിന്റെ പണിക്ക് വന്നത് വേണം നോക്കിയോ സംശയം ഉണ്ടെങ്കിൽ. അപ്പോൾ അല്ല, നമുക്കാവുന്ന ഞാനതാ പറയാം, ഈ ഫ്ലക്സ് എല്ലാം അടിച്ചിട്ട് പിള്ളേരുടെ കുറേ പൈസ കളയുന്നില്ല. അപ്പം ഞാൻ ഇവരോട് പറയുക പൈസ പാവത്തിന് കൊടുത്തിട്ട് അത് നല്ല ഉപകാരപ്പെടില്ല അവർക്കല്ലോ. നമ്മൾ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ് വരാന്തടിച്ചിരുന്നിട്ട് ഏതോ രാജ്യത്തിലായിരിക്കോ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചേട്ടന് ഫുട്ബോളിനെ പറ്റി ഒരു ധാരണയില്ല, ഒന്നും അറിയില്ല? ഒന്നും അറിയില്ല. അമ്മ എന്തിനാണ് വെറുതെ. ഏട്ടാ നിർത്തേട്ടാ, അതാ പോട്ടെ. ഞങ്ങൾക്ക് പീടിയൻ്റെ ബാക്കിൽ ടൂൾസ് ഉണ്ട്. ഓക്കെ ശരി. വന്നതല്ല ഇങ്ങനത്തെ. പിന്നെ ഫുട്ബോള് എനിക്ക് ഒരു ഗോള് കൂടി അടിക്കണേതാണ്. ഞാനിതെങ്ങനെ ചങ്ങായിമാരെ പോകുന്ന നോക്കാം. ഇതുവരെ പണിക്ക് പോകാത്ത ഞാൻ പണിന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നില്ലേ. പോയി ഒന്ന് അർജന്റീന തോറ്റ്. അന്റെ അച്ചാച്ച മേടിച്ചിട്ട് വരെ ഞാനിങ്ങനെ അറിഞ്ഞിട്ടില്ല. നാണക്കേട് കൊണ്ട് ബൈക്കും കൊണ്ടെല്ലാം വന്നിട്ട് ഏതല്ലോ എത്ര ഉറക്കം കൂട്ടായിട്ട് ഉറങ്ങാൻ പറ്റും, അറിയാനും പറ്റുന്നില്ല.